ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പുതിയ ക്യാമ്പയിനുമായി ആം ആദ്മി പാർട്ടി. ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന പേരിലാണ് പുതിയ ക്യാമ്പയിൻ. ജലബോർഡ് അഴിമതി ഉയർത്തി ദില്ലി നിയമസഭയിൽ പ്രതിഷേധിച്ച 6 MLA-മാരെ സ്പീക്കർ സഭയിൽ നിന്ന് പുറത്താക്കി. നോബൽ മാറിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, എന്താണ് നിയമസഭയിൽ നടക്കുന്നത്? അതിനോടൊപ്പം ആം ആദ്മി പാർട്ടിയുടെ പുതിയ ക്യാമ്പയിൻ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത്? നികേഷ്, ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പുതിയ ക്യാമ്പയിനിലേക്ക് കടക്കുകയാണ്. ഈ ക്യാമ്പയിന്റെ പേര് ജയിലിന് മറുപടി വോട്ടിലൂടെ എന്നുള്ളതാണ്. ഈ ക്യാമ്പയിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കും എന്നാണ് നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ ഇതിന്റെ പേര് മാത്രമാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഗോപാൽ റായ് അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ വിശദീകരണം നൽകും. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് സഞ്ജയ് സിംഗ് MP ആണ് ഇന്ന് ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം വീണ്ടും ഉയർത്തിയത്. ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് അഴിമതി പുറത്തു വന്നത് സുപ്രീം കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. ബോണ്ട് നൽകിയ കമ്പനികൾ നികുതി വെട്ടിപ്പും അതോടൊപ്പം തന്നെ രാജ്യത്ത് നൽകേണ്ട നികുതി അടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. BJPക്ക് പണം കൊടുത്തവർ രാജ്യത്തിന് നികുതി നൽകുന്നില്ല. അതോടൊപ്പം തന്നെ നിരവധി കമ്പനികൾ അത്തരത്തിൽ കോടികൾ രാജ്യത്തിന് നികുതി നൽകാതെ BJPക്ക് ഫണ്ട് നൽകുകയാണ് ചെയ്തത്. ED-യും CBI ഒക്കെ ഇത് അറിഞ്ഞില്ലേ എന്നടക്കമുള്ള പരിഹാസവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതേസമയം ഇന്നിപ്പോൾ ദില്ലി നിയമസഭയിൽ BJPയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ജലബോർഡ് അഴിമതി ഉയർത്തിയായിരുന്നു BJPയുടെ 6 MLA-മാർ പ്രതിഷേധിച്ചത്. പ്രതിഷേധം കണക്കുകയും സഭാ നടപടി തടസ്സപ്പെടാൻ പോവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ MLA-മാർ എന്താണെങ്കിൽ സ്പീക്കർ ഇന്നിപ്പോൾ നിയമസഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വശത്ത് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധം നടത്തുമ്പോൾ BJP ആകട്ടെ ജലബോർഡ് അഴിമതി, അതോടൊപ്പം തന്നെ മദ്യ അഴിമതി അടക്കം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം മറുവശത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. നികേഷ്, നോബിളാണ് വിശദാംശങ്ങൾ നൽകിയത്.